ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, 1910 ജനിച്ച് അൽബേനിയയിൽ വളർന്ന് 1997 കൽക്കട്ടയിൽ മരിച്ച ആഗ്നസ് എന്ന പെൺകുട്ടി ഇന്ന് വിശുദ്ധ മദർ തെരേസയാണ്. എങ്ങനെ ആഗ്നസ് ഒരു വിശുദ്ധയായി? ദൈവത്തിൻ്റെ സ്വരത്തിന് അനുനിമിഷം കാതോർത്തിരുന്നു. അതാണ് വിജയ രഹസ്യം. കൽക്കട്ട തെരുവിൽ ദൈവത്തിൻ്റെ പ്രചോദനമനുസരിച്ച് 5 രൂപ മാത്രം കയ്യിലുള്ളപ്പോൾ അമ്മ വന്നിറങ്ങി. അനേകർക്ക് രക്ഷകയായി. അനാഥർക്ക്, വിധവകൾക്ക്, മരണാസന്നർക്ക്, കുഷ്ഠരോഗികൾക്ക്, അവഗണിക്കപ്പെട്ട എല്ലാവരും അമ്മയുടെ കരവലയത്തിൽ ചേർന്ന് നിന്നു. എന്നും ദിവ്യബലിയും ദിവ്യകാരുണ്യ ആരാധനയും നിർബന്ധമായിരുന്നു. 1950 മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ ഭവനം സ്ഥാപിതമായത്. ഒരിക്കൽ മാൽക്കം മഗറി എന്ന പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ നിന്ന് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വ്യക്തി മദറിനോട് ചോദിച്ചു, എവിടെ നിന്നാണ് ഈ ശക്തി? അമ്മ പറഞ്ഞു, ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു കൊച്ച് ഗോതമ്പപ്പത്തിൽ നിന്ന്, ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് വഴികാട്ടിയായിരിക്കട്ടെ ദൈവം. ദിവ്യകാരുണ്യത്തെ സ്വന്തം ശരീരത്തിൽ സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തെ വഹിക്കുന്ന ഭദ്രാസനങ്ങളായി മാറുകയല്ലേ? ഈ സത്യം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധന നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥനയായി മാറട്ടെ. ദൈവം എല്ലാവരിലേക്കും കൃപ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം കൈപിടിച്ച് നടത്തുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി എല്ലാവരും മാറ്റപ്പെടട്ടെ. ആമേൻ.